ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാവിൽ അലിഞ്ഞു പോകും രുചി എന്ന് പറയില്ലേ, അതുപോലെയുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. മൈസൂർ പാക്കിൻ്റെയും ഹൽവയുടെയൊക്കെ ടേസ്റ്റ് മിക്സ് ആയിട്ടുള്ള ഒരു തിരുപ്പാകം സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് കടലമാവാണ്, കടലപ്പൊടി. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം കടലപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട്. 1/2 കപ്പ് അളവിൽ ചേർക്കാം. ഇനി വേണ്ടത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് ലോക്ക് മീഡിയത്തിന് ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മുടെ ഈ കടലമാവിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. എന്ന് വെച്ചിട്ട് കളർ മാറിപ്പോകരുത്. കളർ മാറിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വീറ്റിൻ്റെ കളറും മാറിപ്പോകും. അതിൻ്റെ പേരിൽ നന്നായിട്ടൊരു നല്ലൊരു ഫ്ലേവർ വരുന്നവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റോളം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കളറ് മാറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം വെക്കേണ്ട. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ ആ ഒരു നല്ല ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് കടലപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് പാല് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പാല് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പാല് ചേർത്തിട്ട് കട്ടയില്ലാതെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ടോ കട്ടയില്ലാതെ നമുക്കൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ മാവിനൊരല്പമെങ്കിലും ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടയായി പോകും. അതിൻ്റെ പേരിലാണ് നല്ലതുപോലെ തണുത്തിട്ട് നമ്മളിതിലേക്ക് പാല് ചേർക്കുന്നത്. ഒട്ടുമേ കട്ടയില്ലാതെ നല്ല രീതിക്ക് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എങ്ങാനും ചെറിയ കട്ടകളുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതിയാവും. കട്ട കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. കൈയെടുക്കരുത്, നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടയായി പോകും പെട്ടെന്ന്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മാവൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് കുറുകി വരും. ഇത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇത് കുറുകി ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഒന്ന് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ മാവ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പിൽ നിന്നും കുറച്ചും കൂടി കുറഞ്ഞ അളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും വീണ്ടും ഇതൊന്ന് ലൂസായി കിട്ടും. പഞ്ചസാര ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കുന്നത്. നെയ്യ് ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നെയ്യല്ലാതെ വേറെ എണ്ണയൊന്നും ഇതിൽ ഉപയോഗിക്കരുത്. നെയ്യ് തന്നെ നമ്മൾ ചേർത്ത് വേണം തയ്യാറാക്കാനായിട്ട്. നെയ്യ് ചേർത്ത് നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരും നമ്മുടെ കടായിൽ നിന്ന്. അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരല്പനേരം നമ്മളൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ കടായിൽ നിന്നും ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 15 അണ്ടിപ്പരിപ്പ് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ പൗഡർ പോലെ ആക്കിയിട്ടില്ല, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മുടെ അടുത്ത് ബദാമാണുള്ളതെങ്കിൽ ബദാം എടുക്കാം. വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ്. കൂടെ ഒരല്പം കുങ്കുമപ്പൂവ് ഒന്ന് പാലിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ലൈറ്റ് കളറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് മാത്രം നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർക്കാനായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഇതിലേക്ക് ചേർക്കുന്ന അണ്ടിപ്പരിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് വറുത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. പച്ച അണ്ടിപ്പരിപ്പ് ചേർക്കരുത് കേട്ടോ, ഒന്ന് വറുത്തത് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റായിട്ടുള്ള യെല്ലോയിഷ് കളറും കൂടി ഇതിന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇതുപോലെ ഒരല്പം നെയ്യും കൂടി ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തിരുപ്പാകം സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു തിരുനെൽവേലി സ്പെഷ്യലാണ്, വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് മൈസൂർ പാകിൻ്റെ ടേസ്റ്റും അതുപോലെ ഹൽവയുടെ ടേസ്റ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള രുചിയാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.